നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോട്ടിന് നടുവ് കൂടെ ഒരു സിൽവറിഷ് ആയിട്ടുള്ള ഒരു ഷൈനി ത്രെഡ് പോലെ കാണാം. ഇതിന് നമ്മൾ സെക്യൂരിറ്റി ത്രെഡ് എന്നാണ് വിളിക്കുന്നത്. കൗണ്ടർ ഫീറ്റേഴ്സിന് ഇങ്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ എംബഡഡ് ത്രെഡ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. സോ ഇതൊരു സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ത്രെഡ് വെച്ചേക്കുന്നത്. ഒരു പോർഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടൻ പാർട്ട്, ചില സർട്ടൻ പാർട്സിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സർട്ടൻ പാർട്സിൽ എനിക്ക് ഇവിടെ ശരിക്കും നന്നായി തോന്നുന്നു. തൊടുമ്പൊക്കെ നമുക്ക് മനസ്സിലാവും ഈ പോർഷനിലൊക്കെ വിഷ്വൽ ഇംപായർഡ് ആയിട്ടുള്ള പീപ്പിളിന് നോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തേക്കുന്നത്. നോട്ടിന്റെ ബാക്കിൽ ഒരു പിക്ചർ കാണാൻ വേണ്ടി പറ്റും. പല നോട്ടിൽ പല പിക്ചേഴ്സ് ആണ്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം 100 നോട്ടിലൊക്കെ പ്രത്യേകിച്ച് റാണി കി വാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണ്യുമെന്റിന്റെ പിക്ചർ കാണാൻ വേണ്ടി പറ്റും. പല മോണ്യുമെന്റ്സിനെ കുറിച്ചും നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടിന്റെ ബാക്കിൽ ഇങ്ങനെ പല സ്ഥലങ്ങളുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണ്യുമെന്റ്സിന്റെ പിക്ചേഴ്സ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് അൺലിമിറ്റഡ് ആയിട്ട് മണി പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും 100 കോടി രൂപ വെച്ച് റിസീവ് ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് വാങ്ങാം. സാധനങ്ങൾ ഭയങ്കര ഹൗസസ് എക്സ്പെൻസീവ് ആയി മാറും. കാർ എന്ന് പറയുന്നത് എല്ലാം എക്സ്പെൻസീവ്. അപ്പൊ നമ്മുടെ കയ്യിലെല്ലാം 10 കോടി ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എക്സ്പെൻസീവ് ആയി മാറും. പ്രൈസ് റൈസ് ആവും. കാരണം എന്ന് വെച്ചാൽ പൈസ അത്ര സ്കെയർ അല്ലല്ലോ, കുറവല്ലല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും റൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ റൈസിങ്ങിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഈ പേപ്പർ ഇത്ര വാല്യുബിൾ ആവുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും മണിനെ ഇതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ നാളെ എല്ലാവരും പറയാണ് മണീന്, ഈ പറഞ്ഞിരിക്കുന്ന കറൻസിനെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ ഈ കറൻസി വെറും ഒരു പേപ്പറായി മാറുകയാണ്. എല്ലാ മനുഷ്യന്മാരും പവർഫുൾ ആയിട്ടും കളക്റ്റീവ്ലി എടുത്തൊരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് മണിയാണ്. സോ ഭയങ്കര അതൊരു ഫാസിനേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇനി കോയിൻ എടുത്ത് ഞാൻ കോയിൻ ആക്ച്വലി മിന്റ് ചെയ്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിനുള്ള ഇതെങ്ങനെയാ മനസ്സിലാക്കാന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. പഴയ ഒരു കോയിൻ എടുത്ത പുതിയ കോയിനിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. സോ നിങ്ങൾക്ക് ബാക്കിൽ അശോക പില്ലർ കാണാൻ വേണ്ടി പറ്റും. ദർ ഇസ് എ മാർക്കിംഗ് ലൈക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കിംഗ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ റുപ്പി എന്ന് പറഞ്ഞിട്ട് 5 rupees എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരു ഇയർ കൊടുത്തിട്ടുണ്ട്. യു നോ വാട്ട് ദറ്റ് ഇയർ ഇസ്. ഇത് ഏത് വർഷമാണ് ഈ കോയിൻ മിന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് ഇത് ഏത് വർഷമാണ് ഈ കോയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് താഴെ 1998 വരുന്നത്. അപ്പം 1998 കോയിൻ ആണ് എന്റെ കയ്യിലുള്ളത്. അന്നാണ് ഈ കോയിൻ നിർമ്മിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തൊട്ട് താഴെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, തൊട്ട് താഴെ ഒരു സിമ്പൽ ഉണ്ട്. എന്റെ ഈ കയ്യിലുള്ള കോയിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റാർ സിമ്പൽ ആണ്. ഈ സിമ്പൽ പ്രകാരം സ്റ്റാർ സിമ്പിൾ ആണ്. ഇങ്ങനെ പല സിമ്പിൾസ് ഉണ്ട്. ഈ സിമ്പിൾ നോക്കിയിട്ട് നമുക്ക് ഈ കോയിൻ എവിടെയാണ് മിന്റ് ചെയ്തത്, ഏത് ഫാക്ടറിയിൽ വെച്ചാൽ മിന്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡയമണ്ട് ആണ് നിങ്ങളുടെ കോയിന്റെ താഴെ കാണുന്ന ഡയമണ്ട് സിമ്പിൾ ആണെങ്കിൽ അത് മുംബൈയിൽ വെച്ച് ഉണ്ടാക്കിയെന്നാണ് അർത്ഥം. സ്റ്റാർ സിമ്പിൾ ആണ്, ഇപ്പൊ എന്റെ കോയിലൊക്കെ കാണുന്നത് പോലെ സ്റ്റാർ സിമ്പിൾ ആണെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചാണ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ഒന്നും കണ്ടില്ലെങ്കിൽ അതിനർത്ഥം അത് കൊൽക്കത്തയിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നോയിഡയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. 10 രൂപ കോയിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു സിൽവറും കാണാം, പുറത്ത് നമുക്കൊരു ഗോൾഡൻ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ബേസിക്കലി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ 2 കളേഴ്സ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല, ഇത് നമുക്ക് ഇപ്പൊ കോയിൻ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു കോയിൻ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഒരു കോയിൻ ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പൊ അതും കൗണ്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി അങ്ങനെ കോയിൻസ് നിർമ്മിച്ചേക്കുന്നത്. സോ ഒരു 2 കാര്യം കൂടെ പറയാൻ പറഞ്ഞത്, RBI ആണ് നോട്ട്സ് പ്രിന്റ് ചെയ്യുന്നത്. കോയിനും 1 രൂപയുടെ നോട്ടും പ്രിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ.